പ്രിയപ്പെട്ട സമരസഖാക്കളെ, എന്തുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് നാം ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാവ് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഇന്നലെ മെയ് മാസം 25-ാം തീയതി നമ്മുടെ സർവകലാശാലകളിലേക്കാണ് SFI അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായും ഒരു സമര വിജയമായും രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ കേരളത്തിന്റെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടിരിക്കുന്ന രാജേന്ദ്ര അർലേക്കർ സംസ്കൃത സർവകലാശാലയ്ക്ക്, മലയാളം സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല, വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകൾക്കകത്ത് സംഘടിക്കാൻ കഴിയില്ല, സർവകലാശാല ആസ്ഥാനത്ത് അവരുടെ വിദ്യാർത്ഥികൾക്ക് കൂട്ടം കൂടി നിൽക്കാൻ, അവിടെ പ്രതിഷേധങ്ങൾ ഉയർത്താൻ, അവിടെ പ്രകടനങ്ങൾ നയിക്കാൻ ഈ നാടിനകത്ത് കഴിയില്ല എന്ന ഒരു തിട്ടൂരം ഇറക്കിയതിന് ഇന്നലെ കേരളത്തിനകത്ത് ആ സർവകലാശാലകളിലേക്ക് സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് SFI. അതുകൂടാതെ ആ സമരത്തിന്റെ ഭാഗമായി ആ സമരസഖാക്കൾ ആ സർവകലാശാല എടുത്ത തീരുമാനത്തെ, സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തെ ഇന്നലെ ആ വലിയ സമര വിജയമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ ആ സമരത്തിനകത്ത് കേരളത്തിനകത്ത് ആ വിവാദ സർക്കുലർ പിൻവലിക്കുന്ന സ്ഥിതി ആ സർവകലാശാലക്കകത്തുണ്ടായി. ആ വിജയത്തിന് ശേഷമാണ് കേരളത്തിനകത്ത് യൂണിയൻ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ചാൻസലർ ഇടപെട്ടുകൊണ്ട് പിരിച്ചുവിട്ട കേരള സർവകലാശാലക്കകത്ത് ഇന്നലെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത്. എന്താണ് തിരഞ്ഞെടുപ്പിനകത്ത് നമുക്കുണ്ടായ വിജയം? 37 സീറ്റുകളിലേക്ക് SFI വിജയിച്ചപ്പോൾ മുഴുവൻ ജനറൽ സീറ്റുകളടക്കം 37-ൽ 35 സീറ്റുകളിലേക്കും SFIക്ക് അത്യുജ്വലമായ മഹാവിജയമാണ് ഇന്നലെ കേരളത്തിനകത്തുണ്ടായത്. ആ വിജയത്തിനോടൊപ്പം സെനറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10-ൽ 6 സെനറ്റ് സീറ്റുകൾ SFI വിജയിച്ചു കയറുന്ന സ്ഥിതി ഉണ്ടായി. ആ മഹാവിജയം കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം SFIക്ക് സമ്മാനിച്ച ആ ത്യാഗധർമ്മലമായ പോരാട്ടങ്ങളുടെ ഉജ്ജ്വല വിജയം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തിനകത്ത് നഗരത്തിലേക്ക് ഇറങ്ങിയതാണ് SFI പ്രവർത്തകർ. ആ വിജയം കേരളത്തിനകത്ത് ഈ സംഘപരിവാറിന്റെ തിട്ടൂരത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത കേരള സർവകലാശാലയുടെ കീഴിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ സമര വിജയമായിരുന്നു. ആ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഹൃദയം കൊടുത്തുകൊണ്ട്, തങ്ങളുടെ ഹൃദയത്തിന്റെ സ്വീകാര്യത കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ സർവകലാശാലയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വീണ്ടും ഇങ്ങനെ SFIയെ ഇങ്ങനെ കടത്തിവിടുന്ന സ്ഥിതി ഇന്നലെ കേരളത്തിനകത്തുണ്ടായി. ആ വിജയത്തിനകത്ത്, SFIയുടെ മനോഹാരിതമായ വിജയത്തിനകത്ത്, ആ വിജയം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി നാട്ടിലേക്ക് സമാധാനപൂർവ്വമായി പ്രകടനത്തിനിറങ്ങിയാണ് SFI പ്രവർത്തകർ. യാതൊരു പ്രകോപനവും കൂടാതെ KSUവിന്റെ ഗുണ്ടാ സംഘങ്ങൾ അനന്തപുരിയുടെ വിരിമാറിൽ SFI പ്രവർത്തകർക്ക് നേരെ ആ വിജയത്തിന് ശോഭ കെടുത്താൻ വേണ്ടി കല്ലുകൾ വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടായി. ബോധപൂർവമായി ആ വിജയത്തിന്റെ ശോഭ നഷ്ടപ്പെടുത്തണമെന്ന് അവർ തീരുമാനിച്ചു. SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ ഒറ്റതിരിഞ്ഞ് കല്ലെറിയുമ്പോൾ എന്താണ് പോലീസ് ചെയ്തത്? ആക്രമണം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ തടയുകയല്ല, ആ ആക്രമണം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് എല്ലാ വിടുപടിയും ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമായിട്ടാണ് തിരുവനന്തപുരത്ത് പോലീസ് ഇറങ്ങിയത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ അടിച്ചു, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൈതല്ലി ഓടിച്ചു, SFI പ്രവർത്തകരെ വട്ടം ചേർന്ന് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഏതെങ്കിലും പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ വിജയം വിദ്യാർത്ഥികൾ നൽകിയതിൽ അരിശമ്പൂണ്ട KSUക്കാർ, അരിശമ്പൂണ്ട പോലീസുകാർ, കേരളത്തിനകത്ത് ഇവിടെ സഖാക്കൾ മുമ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്നതിന്റെ, 10 വർഷമായി ഭരണസിരാ കേന്ദ്രങ്ങളില്ലാത്തതിന്റെ, സർവകലാശാലകളിലേക്ക് കടന്നു വരാൻ കഴിയാത്തതിന്റെ, വിദ്യാർത്ഥികൾ അവർക്ക് തങ്ങളുടെ ഹൃദയത്തിനകത്ത് യാതൊരു സ്ഥാനവുമില്ല എന്ന് തെളിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിനകത്ത് KSU എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ബോധപൂർവമായി ഇന്ന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ, VD സതീശന്റെ ആ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ ആക്രമിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. ആ SFI പ്രവർത്തകരുടെ മഹാവിജയത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, കേരളത്തിനകത്ത് ഒരു മെയ് 4-ാം തീയതി അവസാനിച്ചു എന്ന് കരുതിയത് കൊണ്ട് കേരളത്തിനകത്ത് ഞങ്ങൾ അങ്ങ് ഒലിച്ചു പോയിട്ടൊന്നുമില്ല. കേരളത്തിനകത്ത് മഹാമാരി പോലെ, മഹാപർവ്വതം പോലെ, മഹാശോഭ പോലെ ഞങ്ങൾ തിരികെ വരിക തന്നെ ചെയ്യും. അതിന്റെ തുടക്കമാണ് ഇന്നലെ കേരള സർവകലാശാലയ്ക്കകത്തുണ്ടായത്. അത് കാലിക്കട്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാലിക്കട്ടിനകത്തും ഉണ്ടാവും. കേരളത്തിനകത്ത് അവശേഷിക്കുന്ന കാലിക്കട്ട് സർവകലാശാല തിരഞ്ഞെടുപ്പ് നിങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് നാളേറെയായി. നിങ്ങൾ ഒന്നോർത്ത് വെച്ചോളൂ, കാലിക്കട്ട് സർവകലാശാല തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ കേരളത്തിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലും SFI എന്നൊരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമേ കാണുള്ളൂ. ആ നിലയിലേക്ക് SFIയുടെ മഹാവിജയത്തിന് ശോഭ കെടുത്താൻ ആരൊക്കെ ശ്രമിച്ചാലും ആ ശ്രമങ്ങളെല്ലാം വിഫലമായി പോകും എന്നാണ് KSUവിനോട് പറയാനുള്ളത്. മറ്റൊന്ന് പോലീസിനോടാണ്. പോലീസിന്റെ മൊറാലിറ്റിയെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷേ പോലീസിന്റെ പണി ചെയ്യണം. ഞങ്ങളുടെ സമരങ്ങൾ അതിര് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം, ഞങ്ങളുടെ സമരങ്ങൾ പ്രകോപനപരമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം.
ഞങ്ങൾ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാം. നിങ്ങളുടെ ഏത് മർദ്ദനോപാധികളും ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കാം. പക്ഷേ അതേതെങ്കിലും മൂന്നാംകിട KSUക്കാരന്റെ വാക്കും കേട്ടോണ്ട് കേരളത്തിനകത്തെ ഏതെങ്കിലും SFI പ്രവർത്തന നേരെ കൈ പൊക്കാമെന്നാണെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, കൈ തല്ലി ഒടിക്കാൻ ശേഷിയുള്ള വിദ്യാർത്ഥി സംഘടനയാണ് സഖാക്കളെ SFI എന്ന് ആലോചിച്ചോളൂ. ഈ പ്രതിഷേധ മാർച്ച് ഞങ്ങൾ വളരെ സമാധാനപൂർവ്വം നടത്താനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ മാർച്ച് പോലീസ് എവിടെ തടയുന്നു ആ പ്രതിഷേധ മാർച്ച് ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇതൊരു സൂചനയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ക്യാമ്പസുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ആ കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പേരിൽ, സമരങ്ങൾക്ക് പേരിൽ, പ്രതിഷേധങ്ങൾക്ക് പേരിൽ ഈ നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ പ്രശ്നങ്ങളിനകത്തും ഇടപെടുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ഞങ്ങൾ ക്യാമ്പസുകളിനകത്ത് നിശബ്ദമാകാതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. തെരുവീതികളിൽ ഞങ്ങൾ വിദ്യാർത്ഥി വിരുദ്ധ വിഷയങ്ങൾ എടുത്താൽ ഞങ്ങൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരുവിലുണ്ടാകും. അത് ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. അതിന് ഏതെങ്കിലും നിലയിലേക്ക് ഞങ്ങളെ അങ്ങ് ആക്രമിച്ചു കളയാമെന്നാണെങ്കിൽ ഞങ്ങൾ ആ ആക്രമണത്തിന് നിന്നു തരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുകയാണ് സഖാക്കളെ. അഭിവാദ്യങ്ങൾ.